ഹലോ, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു പപ്പായ കൊണ്ടുള്ള സോപ്പാണ് കേട്ടോ. എന്താണ്ട് മുഖം നന്നായിട്ട് വെളുക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഈ സോപ്പ് ഉപകാരപ്രദമാകും. അപ്പോൾ പപ്പക്കായ നമ്മൾ ഒരു പഴുത്ത പപ്പായ എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് നല്ല ജ്യൂസാക്കി വെക്കണം കേട്ടോ. അതെന്ന് വെച്ചാൽ വെള്ളമൊന്നും തീരെ ഒഴിക്കാതെ വേണം നമുക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു പിയേഴ്സിൻ്റെ ഒരു സോപ്പാണ്. അത് നമുക്ക് അടുത്ത ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇത് പ്രൈസ് വന്നിട്ട് 54 രൂപയായിട്ടുണ്ട്. പിന്നെ ഇത് ഗ്ലിസറിൻ്റെ സോപ്പ് തന്നെ നമ്മൾ നോക്കി വാങ്ങിക്കണം. ഈ പിയേഴ്സ് സോപ്പ് നമുക്ക് ഈ സോപ്പ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് 4-5 സോപ്പ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് ഇനി ഈ സോപ്പ് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. നമുക്കറിയാലോ, കുട്ടികൾക്കൊക്കെ നമ്മൾ പിയേഴ്സ് സോപ്പ് ചെറിയ കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കുന്നത് അറിയാലോ അല്ലേ. അത് കട്ട് ചെയ്യാനൊക്കെ നല്ല എളുപ്പമായിരിക്കും. പെട്ടെന്ന് തന്നെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റിയെടുക്കാൻ പറ്റും. തന്നെയല്ല, നമുക്കിത് മെൽറ്റ് ചെയ്യാനായിട്ട് ചെറിയ പീസുകളാക്കി എടുക്കേണ്ടതുണ്ട്. എന്നാലേ അത് പെട്ടെന്ന് മെൽറ്റായി കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാം തന്നെ നന്നായിട്ട് ചെറിയ പീസാക്കിയിട്ട് മെൽറ്റ് ചെയ്തെടുക്കണം. പിന്നെ നമ്മളിവിടെ ഡബിൾ ബോയിൽഡ് മെത്തേഡാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു സ്റ്റീലിൻ്റെ പാത്രത്തിൽ ആദ്യം വെള്ളം തന്നെ തിളപ്പിക്കാൻ വെക്കുക. അധികം കൂടുതൽ വട്ടമൊന്നും വേണ്ട, എങ്കിലും അതിലേക്ക് ഇറക്കി വയ്ക്കാൻ പറ്റുന്ന ഒരു വേറെ പാത്രത്തിലേക്ക് ഈ പീസുകളെല്ലാം ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് കേട്ടോ, മെൽറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ പപ്പായയുടെ ഗുണങ്ങൾ അറിയാമല്ലോ. പപ്പായ നന്നായി മുഖം വെളുക്കുന്നതിനായിട്ടും ഒക്കെ നല്ല ഗുണം ചെയ്യുന്നുണ്ട്. പപ്പായ ഫേഷ്യൽ ചെയ്യാനും ഒക്കെ നല്ലതാണ്. ഇനി നമുക്ക് ഈ ഇത് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒഴിച്ച് വെക്കാൻ ഞാൻ മോൾഡ് വേണം. അതിന് ഞാൻ ഉപയോഗിക്കുന്നത് ചെറിയ എണ്ണ പാത്രങ്ങളുണ്ടല്ലോ, കുഞ്ഞി എണ്ണ പാത്രങ്ങൾ, സ്റ്റീലിൻ്റെ, അതാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് വെളിച്ചെണ്ണ നമ്മൾ സ്പ്രെഡ് ചെയ്തിട്ട് നീക്കി വയ്ക്കുക കേട്ടോ. കാരണം നമ്മൾ നേരത്തെ ഇത് ചെയ്ത് വെച്ചാലാണ് നമുക്ക് തയ്യാറായി വരുമ്പോൾ ഇതിലേക്ക് പെട്ടെന്ന് ഒഴിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. ചൂടോടെ തന്നെ നമ്മളിത് ഒഴിച്ചു കൊടുക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് മെൽറ്റ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് ഈ പീസുകളെല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ വേറൊരു പാത്രത്തിലേക്ക് വെള്ളം തിളപ്പിക്കാൻ വെക്കുക. ആ വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ ഈ വെച്ചിട്ടുള്ള ഈ പേഴ്സിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് പാത്രം അതിലേക്ക് ഇറക്കി വെച്ചിട്ട് നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കാം. നന്നായി മെൽറ്റ് ചെയ്ത് വരും. കൈ ഒന്നും പൊള്ളാതെ നോക്കുക. നമ്മൾക്ക് എന്തെങ്കിലും ഒരു പക്കടമൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്കത് പിടിച്ചിട്ട് സ്പൂണോട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായി മെൽറ്റായിട്ട് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മുടെ ഈ നീക്കി വെച്ചിട്ടുള്ള പപ്പായ ജ്യൂസ് ഉണ്ടല്ലോ, അതും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ഇത് നന്നായി പതയൊക്കെ വരും. ഈ പതയൊക്കെ ഒരുവിധം പതയൊക്കെ പോകും, എങ്കിലും ചെറിയ പതയൊക്കെ ഉണ്ടാവും. നന്നായിട്ട് നമ്മളിത് മെൽറ്റ് ചെയ്ത് ഇതിലേക്ക് അതിന് ചേർന്ന് നല്ല ചൂടോടെയും നല്ല ചൂടുള്ള സമയത്ത് തന്നെ ഇത് നന്നായിട്ട് ഇങ്ങനെ ആക്കിയെടുക്കാം കേട്ടോ. ഒട്ടും വെള്ളം തന്നെ ഇതിലേക്ക് പോകാനോ ഇതിലേക്ക് കടക്കാനോ പാടില്ല. ഇങ്ങനെ ഉരുക്കി കെട്ടിയിട്ടുള്ള മെൽറ്റായിട്ട് കിട്ടിയിട്ടുള്ള നമ്മുടെ ഈ ഇത് നമ്മുടെ എണ്ണ പാത്രങ്ങളുണ്ടല്ലോ, ചെറിയ സ്റ്റീൽ പാത്രങ്ങൾ, അതിലേക്ക് ചൂട്ടോടെ തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമുക്കിത് ചൂടായിട്ട് റെഡിയായിട്ടുള്ള പാകമായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ആവശ്യാനുസരണം നമ്മളതിൻ്റെ വലിപ്പം അനുസരിച്ച് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വലിപ്പമുള്ള പാത്രമൊക്കെ ആണെങ്കിൽ, എണ്ണപാത്രം ഒരുപാട് ഹൈറ്റ് കൂടുതലാണെങ്കിൽ നമുക്ക് സോപ്പിൻ്റെ വലിപ്പം അറിയാമല്ലോ, അതിനനുസരിച്ചുള്ള ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതൊന്നൊരു 3-4 മണിക്കൂറോളം നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ വെക്കുക. അതിന് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതിന്ന് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു പേപ്പർ കഷ്ണം ഉപയോഗിച്ചിട്ടാണ് സൈഡിൽ നിന്ന് ഇങ്ങനെ എടുക്കുന്നത് കേട്ടോ. നമുക്കതിൽ നിന്ന് വിട്ടു പോരണല്ലോ. അപ്പോൾ നമ്മൾ അതൊന്ന് വെറുതെ ഒന്ന് സൈഡ് കൂടെ ഒന്ന് ആക്കി കഴിഞ്ഞാൽ നമുക്കിത് വേഗം എടുത്ത് കിട്ടാം കേട്ടോ. അപ്പോൾ 5 കട്ട സോപ്പാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ എല്ലാവർക്കും നല്ല പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒന്നാണ്. തന്നെയല്ല, നമ്മുടെ പിയേഴ്സ് കട്ട ഉപയോഗിച്ച് നമ്മുടെ ഈ പപ്പായ ജ്യൂസ് കൊണ്ട് എടുക്കുന്ന സോപ്പ് നമ്മുടെ മുഖത്തിനൊക്കെ നല്ല വൈറ്റനിങ് തരുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്കൊരു മുഖത്തിന് വൈറ്റനിങ് കിട്ടുന്ന ഫേഷ്യൽ ചെയ്യുന്നതിനൊക്കെ തുല്യമായിട്ടുള്ള ഈ സോപ്പ് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീട്ടിൽ തന്നെ ഒരു സോപ്പ് കൊണ്ടാണ് നമ്മൾ ഈ 5 കട്ട സോപ്പ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ചെയ്ത് നിങ്ങൾ അറിയിക്കേണ്ടതാണ്. നല്ല പതയൊക്കെ വരുന്നുണ്ട് കേട്ടോ, നല്ല ബ്രൈറ്റ്നെസ്സൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും നേരം നമ്മുടെ വീഡിയോ കണ്ടിരുന്നതിന് നന്ദി. ടാറ്റാ.